ശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്ടർ സരോജിനി മെമ്പറോട് പറയണേ, ഈ സമയത്ത് കടലിൽ പോയിരുന്നെങ്കിൽ ഒരു വഞ്ചി നിറയെ മീൻ കിട്ടിയാണേ. ഇത് എത്ര നാളായി നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നു. ഇവർക്കൊന്നും അത് തീരെ ഉത്തരവാദിത്വമില്ലേ? ഈ സമയത്തായിരിക്കോട്ടോ ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ഹരീഷിനെ കാണുന്നതും സരോജിനി ചോദിക്കണേ, എന്തായി? അന്നേരം ഹരീഷ് പറയണേ, ആ പദ്ധതിയുടെ കാര്യം അങ്ങ് വിട്ടേക്ക്. സജി സാർ ഇതുവരെ അതിലൊപ്പിട്ടില്ല എന്നാ സാറ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമാകുക. സരോജിനി ചോദിക്കണേ, അതെന്താ അങ്ങനെ? അന്നേരം ഹരീഷ് പറയണേ, അത് പിന്നെ ആ സാറിന് കൈമടക്ക് വേണമെന്ന് 50,000 രൂപ ചോദിക്കുന്നത്. അത് കേൾക്കുന്നതും വിക്ടർ അങ്ങ് ചൂടാകുക. അതുകൊള്ളാലോ, നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ല ഭാവജീവിതം ഉണ്ടാക്കി കൊടുക്കാന്നല്ലേ കളക്ടർ വാഗ്ദാനം ചെയ്തത്. എന്നിട്ടിപ്പോൾ അതേ ഉദ്യോഗസ്ഥരെ തന്നെ കൈക്കൂലി വാങ്ങുന്നു. അല്ലെങ്കിൽ ആ ഡെപ്യൂട്ടി കളക്ടർ സജി ഉണ്ടല്ലോ, അവനാൾ പെശക്കാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. അവൻ ഈ പദ്ധതിയിലുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെറ്റത്തനം കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാനിപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. അവൻ ഞാൻ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് 2 പൊട്ടിക്കാൻ പോകുക. അന്നേരം സരോജിനി വിക്ടറിനെ തടയണേ. വിക്ടറെ നിൽക്കും, തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. അത് നമ്മുടെ അവസാന വഴിയാണ്. അതിനുള്ള സമയമായിട്ടില്ല. ആദ്യം മാഡം വരട്ടെ. മാഡത്തിനെ കണ്ട് നേരിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്ന് പറഞ്ഞ് വിക്ടറിനെ അവിടെ ആശ്വസിപ്പിച്ച് നിർത്തുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ശാലിനിയാണ് കേട്ടോ. ഈ സമയം സത്യ ശാലിനിയുടെ മടിയിൽ നല്ല മയക്കത്തിലായിരിക്കും. അന്നേരം ശാലിനി സത്യയുടെ കഴുത്തിൽ വിഷ്ണു ഇട്ട് കൊടുത്ത ആ മാലയുണ്ടല്ലോ, അതിലിങ്ങനെ പിടിച്ച് വിഷ്ണു കഴുത്തിൽ മാലയിട്ട് കൊടുത്തതും പിന്നീട് സത്യ കേക്ക് കൊടുത്തതും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഇതേസമയം വിഷ്ണുവാണെങ്കിൽ ശാലിനിയുടെ വണ്ടിയുടെ പിന്നാലെ തന്നെ വെച്ച് പിടിക്കുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു വേഗം തന്നെ ബുള്ളറ്റ് ഓടിച്ച് ശാലിനിയുടെ വണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുവാണ്. ഈ സമയം വിഷ്ണുവിനെ കാണുന്നതും ശാലിനിയാണെങ്കിൽ ആകെ അങ്ങ് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു നല്ല ദേഷ്യത്തിൽ ബൈക്കിൽ നിന്നിറങ്ങി കാറിൻ്റെ ഡോർ തുറന്നിട്ട് ശാലിനിയോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുക. അന്നേരം ശാലിനി വിഷ്ണുട്ടാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയം വിഷ്ണു പറയണേ, താനൊന്നും പറയണ്ട, പുറത്തേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞത്. അങ്ങനെ ശാലിനിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കുവാണ്. വിഷ്ണുട്ടൻ എന്താ പറ്റിയത്? എന്തേ കാണിക്കുന്നത്? അന്നേരം വിഷ്ണു പറയണേ, ദേ കളക്ടറിനെയോ IAS കാരെയോ കാണാനായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്നേരം ശാലിനി ചോദിക്കണേ, അതിന് ഞാൻ വിഷ്ണുട്ടനോട് എപ്പോഴാണ് കളക്ടറോ IAS ആയിട്ട് പെരുമാറിയിട്ടുള്ളത്? അന്നേരം വിഷ്ണു ദേഷ്യത്തിൽ പറയണേ, ദേ വേണ്ട, താൻ ഇനി ഒന്നും പറയണ്ട. ഒരു കളക്ടറും IAS കാര്യം പെരുമാറുന്നതിൽ മോശമായിട്ടല്ലേ ഇത്ര നാൾ താൻ എന്നോട് പെരുമാറിയത്? ഞാൻ എന്ത് ചെയ്തെന്നാ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു ദേഷ്യത്തിൽ ശാലിനിയെ നിർത്തുക. ശാലിനി, ദേ ഇനിയൊന്നും നീ അറിയാത്ത പോലെ ഭാവിക്കരുത്. എനിക്കിന്നത്തോടെ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയേ പറ്റൂ. അങ്ങനെ വിഷ്ണുവിൻ്റെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ശാലിനി ആകെ പേടിച്ച് നിൽക്കുവാണ് കേട്ടോ. 6 വർഷം മുമ്പ് നമ്മൾ സംസാരിച്ചത് ഓർക്കുന്നുണ്ടോ? അവസാനമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചത്. അന്നേരം ശാലിനി 6 വർഷം മുമ്പ് വിഷ്ണു ശാലിനി സംസാരിച്ച ആ ഒരു സന്ദർഭമൊക്കെ ഓർക്കുവാണ്. അതിനുശേഷമുള്ള ശാലിനിക്ക് പ്രസവവേദന ഉണ്ടായതും പിന്നീട് പ്രസവിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ആ കാര്യമൊക്കെ ശാലിനി ഓർക്കുവാണ്. ഈ സമയം വിഷ്ണു പറയണേ, അന്ന് രാത്രി അന്നാണ് നമ്മൾ അവസാനമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചത്. പിന്നീട് താൻ നാട് വിട്ടു പോയല്ലോ. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. അപ്പോഴും താൻ പല കാര്യങ്ങളും എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. എന്തിന് എൻ്റെ മുമ്പിൽ പോലും വരാതെ ഒളിച്ച് നടക്കുമായിരുന്നില്ലേ? പലതവണ ഒരു പട്ടിയെപ്പോലെ തൻ്റെ പിന്നാലെ കാലുകൾ വെന്ത് നീറി ഞാൻ വന്നിട്ടില്ലേ? എന്നാൽ അപ്പോഴെല്ലാം താൻ എന്നെ കാണാതെ നടിക്കുമായിരുന്നില്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരിക്കലും ആവശ്യമില്ലാത്തൊരു മൂടുപടം. ശരിയാണ്, തനിക്ക് സങ്കടം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം നമ്മുടെ രണ്ടാളുടെ മനസ്സിൽ നമുക്കിടയിലുള്ള സ്നേഹവും വിശ്വാസവും എന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോഴെന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാളത് വിശ്വസിക്കില്ലായിരിക്കും. പക്ഷേ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഞാൻ എന്നെ തന്നെ ആത്മശോധന നടത്തുന്ന സമയത്ത് എനിക്ക് നേരെ ഉയരുന്ന ഒരു പരിഹാസത്തിൻ്റെ ചോദ്യമുണ്ട്. അതാണ് സത്യ. എനിക്ക് തന്നെ വിശ്വാസമോ? തനിക്കൊരിക്കലും എന്നെ ചതിക്കാനാവില്ല. പക്ഷേ അമ്മയെ ബോധിപ്പിക്കാൻ താൻ അതിൻ്റെ രഹസ്യം എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ശാലിനി പ്ലീസ്, നമുക്ക് എല്ലാം ഇവിടത്തോടെ അവസാനിപ്പിക്കാം. താൻ ആ സത്യം എന്നോട് തുറന്നു പറ. എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറ ശാലിനി. അന്നേരം ശാലിനി ചോദിക്കണേ, വിഷ്ണുവേട്ടാ ഞാനത് പറഞ്ഞ വിഷ്ണുവേട്ടൻ കാർത്തിക് ഉപേക്ഷിക്കുമോ? അന്നേരം വിഷ്ണു പറഞ്ഞേ, കാർത്തികയ്ക്ക് അതിന് ശേഷം വന്നതല്ലേ. ഇതിപ്പോൾ അവൾ വരുന്നതിന് മുമ്പുള്ളൊരു കാര്യം ഞാൻ ചോദിച്ചത്. താനതിന് ഉത്തരം എന്താ? സത്യയുടെ രഹസ്യം എന്താ? അന്നേരം ശാലിനി പറഞ്ഞേ, അത് ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞതല്ലേ. അന്നേരം വിഷ്ണു പൊട്ടിത്തെറിക്കുക. എന്ത് പറഞ്ഞു എന്ന്? സത്യമ്മയുടെ ചോരയാണെന്നോ? അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വ്യക്തമായ ഉത്തരവ് വേണ്ടത്. എനിക്കതിന് സത്യസന്ധമായിട്ടുള്ള ഒരു ഉത്തരവ് വേണ്ടത്. പറ ശാലിനി, പറ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിലിങ്ങനെ പിടിക്കുക. അന്നേരം ശാലിനി വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ എടുത്ത് മാറ്റുക. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയണേ, ഇല്ല വിഷ്ണുവേട്ടാ, എനിക്കിതിനപ്പുറം ഒന്നും പറയാനായിട്ട് പറ്റില്ല. അത് കേൾക്കുന്നതും വിഷ്ണു ആകെ തകർന്നു പോകുവാണ്. വിഷ്ണു അങ്ങനെ എല്ലാ പ്രദേശവും കൈവിട്ട മട്ടിൽ സങ്കടപ്പെട്ട് നിൽക്കുക. അന്നേരം ശാലിനിയെ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് പറയണേ, വിഷ്ണുവേട്ടാ ഒരാലോചന കൊണ്ടുപോലും ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ ചതിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്ക് വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് കയ്യിലിങ്ങനെ പിടിച്ച് കരയുവാണ്. അന്നേരം വിഷ്ണു ദേഷ്യത്തിൽ പറയണേ, കൈയെടുക്കടി, നിന്നോടല്ലേ പറഞ്ഞത് കൈയെടുക്കാൻ. അങ്ങനെ പറഞ്ഞ് ശാലിനിയുടെ കൈ തട്ടി മാറ്റുകൊണ്ടോ വിഷ്ണു. എന്നിട്ട് വെറുപ്പോട് കൂടി ശാലിനിയെ നോക്കിയിട്ട്
വണ്ടിയെടുത്ത് വിഷ്ണു അടുത്ത് നിന്ന് പോകാൻ തുടങ്ങുക. ഈ സമയം ശാലിനി പലതവണ വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ വണ്ടിയെടുത്ത് വിഷ്ണു അടുത്ത് നിന്ന് പോകുവാണ്. കുറച്ചങ്ങ് ഓടിക്കുമ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ കൺട്രോൾ പോയി ബൈക്ക് മറിഞ്ഞ് വീഴുവാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ കാലിലേക്കാണ് കേട്ടോ വണ്ടി വന്ന് വീഴുന്നത്. ഇത് കാണുന്നതും ശാലിനി രാമേട്ടനൊക്കെ ഓടി വരുക. അയ്യോ വിഷ്ണു ഏട്ടാ അങ്ങനെ പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ പിടിക്കുമ്പോഴേക്കും വിഷ്ണു ശാലിനിയുടെ കൈ തട്ടി മാറ്റുക. മാറടി, നീ എന്നെ തൊടണ്ട. ഈ സമയം രാമേട്ടൻ ബൈക്കൊക്കെ പൊക്കിയിട്ട് അതൊക്കെ എടുത്ത് മാറ്റി വെക്കുവാണ്. അന്നേരം വിഷ്ണു വീണ്ടും അതൊന്നും കാര്യമാക്കാതെ വണ്ടി എടുക്കാൻ തുടങ്ങുമായിരിക്കും. ആ സമയം രാമേട്ടൻ പറയണേ, കുഞ്ഞെ ഇപ്പോൾ വണ്ടിക്ക് പോകണ്ട, കാല് നല്ല വേദനയുണ്ടാവും, ആദ്യം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വെച്ചതിന് ശേഷം കുഞ്ഞ് പോയാൽ മതി. അന്നേരം വിഷ്ണു പറയണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിഷ്ണു ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് ശാലിനി അടുത്തേക്ക് വരുമ്പോൾ വിഷ്ണു വീണ്ടും ശാലിനിയോട് പൊട്ടിത്തെറിക്കുവാണ് കേട്ടോ. എൻ്റെ കാലിനല്ല വേദന, മനസ്സിനാണ്. ആ വേദന ഒരു ഹോസ്പിറ്റലിൽ പോയാലും മാറാനും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് വിഷ്ണു വണ്ടിയെടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അതൊക്കെ കണ്ട് സഹിക്കാനാവാതെ ചങ്ക് പൊട്ടി നിൽക്കുവാണ് കേട്ടോ ശാലിനി. രാമേട്ട വണ്ടി എടുക്ക്, നമുക്ക് വിഷ്ണുവേട്ടൻ്റെ പുറകെ തന്നെ പോകാം, എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വിഷ്ണുവേട്ടനാക്കാം. അന്നേരം രാമേട്ടൻ ശാലിനിയോട് പറയണേ, അത് വേണ്ട കുഞ്ഞെ, മോൻ്റെ മനസ്സ് അത്രയ്ക്ക് മുറിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം മോള് തന്നെയാ. സത്യങ്ങളൊന്നും പറയാതെ മറച്ചു വെച്ചിരിക്കുമല്ലേ. വിഷ്ണുவோട് ദേഷ്യം മോളോട് തന്നെയാ. മോളിങ്ങനെ സ്വന്തം ജീവിതം നശിക്കുന്നത് കാണുമ്പോൾ. അതുകൊണ്ട് നമ്മളിപ്പോൾ പിന്നാലെ പോയാലും വിഷ്ണു ആ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിന്നിരിക്കും. അത് കൂടുതൽ സങ്കടത്തിന് കാരണമാവുകയുള്ളൂ. മേഡം വന്ന് വണ്ടിയിൽ കയറും. അങ്ങനെ ശാലിനി സങ്കടത്തോടെ വണ്ടിയിലേക്ക് വന്ന് കയറുവാണ്. എന്നിട്ട് രാമേട്ടൻ വണ്ടി എടുക്കുവാണ് കേട്ടോ. ഈ സമയം ശാലിനി പറയണേ, രാമേട്ട നമുക്കിവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നേരെ ഓഫീസിലേക്ക് പോകാം. ഈ സമയത്തൊക്കെ ശാലിനി വിഷ്ണുവിനെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുക. വിഷ്ണു തന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതും താൻ പറഞ്ഞ മറുപടിയും പിന്നീട് വിഷ്ണു സങ്കടപ്പെട്ട് പൊട്ടിത്തെറിച്ച് പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് ശാലിനിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുവാണ്. ഇതേസമയം ബൈക്കിൽ വിഷ്ണുവും സങ്കടത്തോടെ പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കളക്ടറേറ്റാണ്. അവിടെ വിക്ടറും സരോജിനി മെമ്പറും ഹരീഷും അവരെല്ലാവരും പുറത്ത് ശാലിനി വരുന്നതും കാത്തു നിൽക്കുക. ഈ സമയം ശാലിനി വരുമ്പോൾ തന്നെ ഇവരെ കാണുമ്പോൾ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുക. അന്നേരം വിക്ടർ പറയണേ, മേഡം ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു പദ്ധതിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിനുവേണ്ടി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഈ സമയം അനുപല്ലവി മേഡത്തിൻ്റെ അരികിലേക്ക് എത്തുവാണ്. അന്നേരം ശാലിനി ചോദിക്കണേ, എന്താനു ഇതുവരെ ആ പദ്ധതിയിൽ സാങ്ഷനാക്കാനുള്ള പരിപാടികളൊന്നും ചെയ്തില്ലേ? അന്നേരം അനു പറയണേ, അത് പിന്നെ സജി സാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. അതെന്തോ ഒപ്പിടാത്തത്? അന്നേരം വിക്ടർ പറയണേ, ആ സാറിന് കൈമടക്കം വേണോന്ന് 50,000 രൂപയെ ചോദിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ മേഡം ഈ പദ്ധതി തയ്യാറാക്കിയത്. മാത്രമല്ല ഒരു ചെറിയ തുക വെച്ച് എല്ലാ ദിവസവും തരാമെന്നും മേഡം പറഞ്ഞിരുന്നു. അത് ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ടാണ് കരുതിയിരുന്നത്. എന്നാലിപ്പോൾ അത് കിട്ടാൻ 50,000 രൂപ അയാൾക്ക് കൊടുക്കണം പോലും. ഇതൊക്കെ എവിടുത്തെ മര്യാദയാണ്? ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഈ പദ്ധതിയുടെ കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞത്? ഇതുപോലെ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരാൻ. ഇതിലൊക്കെ മാഡവും കൂടി പങ്കുണ്ടെന്നാണ് പുറത്തൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഈ സമയം സരോജിനി പറയണേ, വിക്ടറെ നീ ഒന്ന് ചുമ്മാതിരിക്കുക. അന്നേരം ശാലിനി അനുപല്ലവിയോട് പറയണേ, അനുപല്ലവി സജി സാറിനോടും ഇതിൻ്റെ ഫയലും മറ്റു ഡീറ്റെയിൽസും എല്ലാമായിട്ട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറയണം. നിങ്ങളും എൻ്റെ ക്യാബിനിലേക്ക് വരൂ. അന്നേരം അനു ചോദിക്കണേ, അല്ല മാഡം നമ്മുടേത് ഒഫീഷ്യൽ കാര്യമല്ലേ, അത് കഴിഞ്ഞിട്ട് ഇവർ വിളിപ്പിച്ചാൽ പോരെ? അന്നേരം ശാലിനി പറയണേ, അത് വേണ്ട, ഇത് ഇവർക്കും കൂടിയുള്ള പദ്ധതിയല്ലേ, അതുകൊണ്ട് തന്നെ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കാവുന്നതേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണം. അങ്ങനെ പറഞ്ഞ് ശാലിനിയും അനുപല്ലവിയും കൂടി അകത്തേക്ക് പോകുവാണ്. ഈ സമയം അനുപല്ലവി പറഞ്ഞിട്ട് സജി സാറ് ക്യാബിൻ്റെ അകത്തേക്ക് കയറി വരുവാണ്ടോ. അന്നേരം ശാലിനി ചോദിക്കണേ, ആ സജി സാറേ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ കൊണ്ട് സാറിന് കുടുംബത്തിൽ നന്നായിട്ടൊക്കെ ജീവിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? അന്നേരം സാറ് പറഞ്ഞേ, ആ തരക്കേടില്ലാതെ പോകുന്നു മാഡം. ഈ സമയം ശാലിനി പറഞ്ഞേ, അല്ല സാറിൻ്റെ മോൻ കാനഡയിൽ ജോലി ചെയ്യുമല്ലേ, പഠിക്കുന്നതിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നു അല്ലേ? മോള് ബാംഗ്ലൂരിൽ MBBS പഠിക്കുന്നു അല്ലേ? ആ അതെ മാഡം. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്? ഈ സമയത്തായിരിക്കട്ടോ സരോജിനി മെമ്പറും അവരുടെ കരയിലെ മറ്റ് 2-3 ആൾക്കാരും കൂടി അകത്തേക്ക് കയറി വരുന്നത്. ഈ സമയം അവരെ കാണുമ്പോൾ സജി സാർ പറയണേ, അതെ ഞങ്ങളുടെ ചില ഓഫീസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. അങ്ങനെ അവർ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി അവർ തടയണേ, അതെ നിക്ക്, നിങ്ങളോട് ഇവിടുന്ന് പുറത്തു പോകാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ഇതെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഓഫീസാണ്, അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. ഇവരും കൂടി ഉൾപ്പെടുന്നൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഡെപ്യൂട്ടി കളക്ടറെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതും. അപ്പോൾ ഇവരുടെ സാന്നിധ്യം കൂടി ഇവിടെ ആവശ്യമാണ്. അങ്ങനെ ശാലിനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് സജി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്